എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തൊക്കെ പോകേണ്ടതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ കാര്യമായിട്ട് ജോലികളൊന്നുമില്ല. എന്നാലും രാവിലെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് പിന്നെ തലേന്ന് അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ചുട്ടെടുക്കാൻ നോക്കിയപ്പം അത് ശരിയായില്ല. പിന്നെ കുറച്ച് ശർക്കരയൊക്കെ പൊടിച്ചിട്ട് ഒരു കിണ്ണിയപ്പം പോലെ ചെയ്യാമെന്ന് കരുതിയപ്പം അതും നടന്നില്ല. എല്ലാം പാളിപ്പോയി രാവിലത്തെ കാപ്പി. പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ പിള്ളേർക്ക് കുറച്ച് ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാർക്കുള്ള ചോറും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വീട് മാറുന്ന ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ബാങ്കിലും ഇങ്ങനെ കാര്യമായിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് മോനും ഉണ്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി. അവന് ചെറിയ പനിയുണ്ട്. പിന്നെ അതുപോലെ 2-3 ദിവസമായിട്ട് കലോത്സവത്തിന് പോകുന്നതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങനെ പനിയൊക്കെ ആയി. അപ്പോൾ അവനും കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ രാവിലത്തെ അത്യാവശ്യം ജോലികൾ ഒതുക്കി. ഞങ്ങൾ കറിയൊന്നും വെച്ചില്ല. അവന്മാർക്കുള്ള ആഹാരമൊക്കെ കൊടുത്ത് അവരെയൊക്കെ അകത്ത് ആക്കി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോകുമ്പം ഭയങ്കര നിലവിളിയാണ്. ഇനി നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയത്തില്ല. ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ നിലവിളിക്കുന്നത്. ഭയങ്കര കൂവക്കമാണ്. അങ്ങനെ ഓരിയിടക്കവും ബഹളവും കാണാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സങ്കടമാണ്, ഇനി കളഞ്ഞിട്ട് പോയതാണോ എന്നുള്ള വിഷമം കൊണ്ടായിരിക്കും. ഭയങ്കര നിലവിളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണേ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് ആണ്ടാമുക്കത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ബാങ്കിലൊക്കെ ഒന്ന് കയറണം. കുറച്ചേറെ ആവശ്യങ്ങളുണ്ട്. നമ്മൾ വീട് മാറുന്നതിൻ്റേതായ കുറേ ആവശ്യങ്ങൾ വഴിയെ വീഡിയോയിൽ ഇടാൻ കേട്ട കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമായി വീട്ടിൽ വന്നപ്പം ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിൽ വന്നപ്പോഴത്തേനും എല്ലാവർക്കും സങ്കടവും പിന്നെ സന്തോഷവും അതൊക്കെ കൊണ്ട് ഭയങ്കര തുള്ളിച്ചാട്ടമാണ്. രാവിലെ ഗോപു എൻ്റെ അടുത്ത് ഇച്ചിരി ദേഷ്യമായിരുന്നു. ഇടയ്ക്ക് അവൻ അങ്ങനെയാണ്. ചെറിയൊരു പനിയുടെ ലക്ഷണം അവനും ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എൻ്റെ കൂടെ ഭയങ്കര ദേഷ്യമായിരുന്നു, മുറുമുറുപ്പായിരുന്നു. അവൻ അങ്ങനെയാണ് കേട്ടോ. അവന് വയ്യായിക വന്നാൽ അല്ലെങ്കിൽ അവനെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. ചിലപ്പം കഴിക്കാനും നിൽക്കും. അല്ലെങ്കിൽ അവൻ പാവമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്നേഹം അവന് തന്നെ. പിന്നെ ആ ഒരു ചില സമയത്തുള്ള ആ ഒരു ദേഷ്യമൊക്കെ ഉള്ളൂ. ഇപ്പോൾ രാവിലെ എൻ്റെ കൂടെ ഞാൻ വയ്യാതെ ഇങ്ങനെ ഇരുന്നപ്പം ചെന്ന് തൊട്ടേന് എൻ്റെ കൂടെ ഇച്ചിരി മുറുമുറുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കെറിവിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കരുതി എൻ്റെ കൂടെ വരുമ്പം ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല. ഒന്ന് വന്ന് നോക്കിയിട്ട് അങ്ങ് കാശിലൂടെ കൂട്ടുകൂടി കേട്ടാ. പിന്നെ പിള്ളേരെയൊക്കെ അഴിച്ചു വിട്ട് പുറത്തൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഇച്ചിരി തേയില വെള്ളം ഇടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിച്ചത്. വീട്ടിൽ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാൽക്കിസ്റ്റൻ്റെ ബിസ്ക്കറ്റ് പെങ്കൊച്ചിന്. പിന്നെ അവന്മാർക്കുള്ള ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച്. ചിക്കുവിന് ഇങ്ങനെ ബിസ്ക്കറ്റോ അങ്ങനെ ഒന്നും വേണ്ട. അവൻ ആരോ റൂട്ടെങ്ങാനും ഒരിത്തിരി നമ്മൾ നല്ല വിശന്നിരിക്കുവാണെങ്കിൽ കൊടുത്താൽ കഴിക്കും. പിന്നെ പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേറെ ഒന്നും മേടിക്കാത്തതുകൊണ്ട് നമ്മളിന്ന് കിഴി പൊറോട്ട മേടിച്ചായിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ കിഴി പൊറോട്ട മേടിച്ച സമയത്ത് അതിനകത്തൊരു മുട്ട പുഴുങ്ങിയതും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കരുതി ഇപ്പോൾ ചിക്കുവിനും കൊടുക്കാമല്ലോ. പിന്നെ അധികം കറിയൊന്നും ഇട്ട് പുരട്ടാത്ത 1-2 ചിക്കൻ നമുക്ക് കിട്ടും, അല്ല പൊറോട്ട നമുക്ക് കിട്ടും. അതുകൊണ്ട് അതിൽ നിന്ന് അവനും കൊടുക്കാം, നമുക്കും വൈകിട്ടത്തേക്ക് വേറെ കറിയൊന്നും വെക്കേണ്ട കഴിക്കാമെന്നും പറഞ്ഞ് മേടിച്ച്. പക്ഷേ അതൊരുപാട് കറിയൊക്കെ ഇട്ട് ആകെ കറിയിൽ മുങ്ങി അതങ്ങ് ഒരുപാട് വല്ലാതായി. അങ്ങനെ പിന്നെ ചിക്കന് അത് കൊടുക്കാൻ പറ്റിയില്ല. അവന് കൊടുത്തിട്ട് അവൻ അത് കഴിച്ചതുമില്ല. പിന്നെ അവർക്ക് വീണ്ടും വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ വേവിക്കേണ്ടി വന്ന് ഞാൻ അതൊക്കെ വേവിച്ചാണ് കേട്ടോ ചിക്കുവിന് വീണ്ടും കൊടുത്തത്. ഇപ്പം നല്ല മഴക്കോളും ഇടിയും ഒക്കെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയാണ് പുറത്തുനിന്ന് ആഹാരമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് അവന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വീണ്ടും ചിക്കനൊക്കെ വേവിക്കേണ്ടി വന്നു. പിന്നെ ഞാനും കാശിക്കുട്ടനൂടെ പൊറോട്ടയും തേയില വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അപ്പോൾ കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.